മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നവർക്കും പ്രതികാര നടപടി നേരിടേണ്ടി വന്നു. സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് തിരികെ ജോലിയിൽ കയറാനായത് ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ്. ആദ്യഘട്ടത്തിൽ പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് അതിജീവിതയ്ക്ക് നേരെ ഭീഷണി വരെയുണ്ടായി. ഒരുപാട് സഹിച്ചതാണ് അതിജീവിത. റിപ്പോർട്ടിലേക്ക്. മാർച്ച് 18 തൈറോയിഡ് ശസ്ത്രക്രിയയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചിരുന്ന യുവതിയെ ആശുപത്രി അറ്റൻഡർ AM ശശീന്ദ്രൻ പീഡനത്തിനിരയാക്കിയത്. യുവതിയുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത ശശീന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. 3 ദിവസങ്ങൾക്കിപ്പുറം പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുവതിക്കു നേരെ ആശുപത്രിയിലെ ജീവനക്കാരുടെ ഭീഷണിയെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സൂപ്രണ്ടിനും ഡോക്ടർക്കും അതിജീവിത പരാതി നൽകി. സർക്കാർ അനുകൂല സംഘടനകളിൽപ്പെട്ടവരിൽ നിന്നാണ് ഭീഷണി ഉണ്ടായതെന്നും ആരോപണമുയർന്നു. ഇതിനിടെ ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. തുടർന്ന് ഇവരെ കണ്ടെത്തുന്നതിനായി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന സുദർശന്റെ സാന്നിധ്യത്തിൽ കമ്മീഷൻ അതിജീവിതയുടെ മൊഴിയെടുത്തു. ഭീഷണിപ്പെടുത്തിയ 6 പേരെയും തിരിച്ചറിഞ്ഞു. സീനിയർ നഴ്സിംഗ് ഓഫീസറായിരുന്ന PB അനിത എഴുതി നൽകിയത് പ്രകാരം ഇതിൽ 5 പേരെ സസ്പെൻഡ് ചെയ്തു. താൽക്കാലിക ജീവനക്കാരിയെ പിരിച്ചുവിട്ടു. 5 ആശുപത്രി ജീവനക്കാരെയും പിന്നീട് സ്ഥലം മാറ്റി. ഇതിനിടെ സുരക്ഷാ വീഴ്ച എന്ന DME റിപ്പോർട്ടിന് പിന്നാലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. ഉത്തരവിനെതിരെ അനിത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങി. എന്നാൽ ഈ വർഷം ജനുവരിയിൽ അനിതയെ വീണ്ടും ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധിയുമായി വന്ന അനിതയെ ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ തിരികെ പ്രവേശിപ്പിച്ചു. അതിനിടയിലാണ് തന്റെ പരാതി പ്രകാരം ഡോക്ടർ പ്രീതിക്കെതിരെ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അതിജീവിത സമരത്തിനിറങ്ങിയത്. 24 കോഴിക്കോട്.